വാക്സിനായ കോവിഷീൽഡ് ആഗോളതലത്തിൽ നിന്ന് പിൻവലിച്ച് നിർമ്മാതാക്കളായ ആസ്ട്രോസെനക. വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. അതേസമയം വാണിജ്യപരമായ കാരണങ്ങളാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് കമ്പനി നൽകുന്ന വിശദീകരണം. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് ആസ്ട്രോസെനക വികസിപ്പിച്ച വാക്സിനാണ് കോവിഷീൽഡ്. കോവിഷീൽഡ് വാക്സിന്റെ ലഭ്യത വിപണിയിൽ അധികമാണെന്നും പുതിയ വകഭേദങ്ങളെ പ്രതിരോധിക്കാൻ കോവിഷീൽഡിന് സാധിക്കില്ലെന്നും കമ്പനി നേരത്തെ വിശദീകരിച്ചിരുന്നു. അതേസമയം വാക്സിൻ സ്വീകരിച്ചവർക്ക് ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ടായെന്നും ചിലർ മരണപ്പെട്ടുമെന്നുള്ള പരാതികൾ നേരത്തെ ഉയർന്നിരുന്നു. കമ്പനിക്കെതിരെ ചിലർ UK കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. UK-യിൽ നിന്നുള്ള ജാമി സ്കോട്ട് ആണ് ആദ്യം കോടതിയെ സമീപിച്ചത്. ഇതോടെ വാക്സിൻ സ്വീകരിച്ചാൽ ചിലർക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് കമ്പനി കോടതിയിൽ സമ്മതിച്ചു. കോവിഷീൽഡ് വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് അപൂർവം സാഹചര്യങ്ങളിൽ മാത്രം രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതും കാരണമാകുമെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. ത്രോംബോസിസ് വിത്ത് തോംബ്രോസൈറ്റോപിനിസ് സിൻഡ്രോം എന്ന രോഗാവസ്ഥയിലേക്ക് ഇത് നയിക്കുന്നു. വാക്സിൻ എടുത്ത് 21 ദിവസത്തിനകമാണ് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നായിരുന്നു കമ്പനിയുടെ വാദം. UK-യിൽ ഇത്തരത്തിൽ 81 മരണങ്ങൾ ഉണ്ടായെന്നുള്ള പരാതികൾ ഉയർന്നിരുന്നു. അതേസമയം കോവിഷീൽഡ് പിൻവലിക്കാനുള്ള തീരുമാനം കേസിന്റെ പശ്ചാത്തലത്തിലല്ലെന്ന് കമ്പനി വ്യക്തമാക്കി. കോവിഡിനെ നേരിടാൻ 2021 ഫെബ്രുവരിയിലായിരുന്നു കോവിഷീൽഡ് വാക്സിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയത്. ഉപയോഗത്തിന്റെ ആദ്യ വർഷത്തിൽ മാത്രം 6.5 ദശലക്ഷത്തിലധികം ജീവൻ രക്ഷിച്ചെന്നും ആഗോളതലത്തിൽ 3 ബില്യണിലധികം ഡോസുകൾ വിതരണം ചെയ്തുവെന്നും കമ്പനി പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. കോവിഡ് അവസാനിപ്പിക്കുന്നതിൽ നിർണായക ഘടകമായി വാക്സിൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നുവെന്നും കമ്പനി വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കി.